തൃശൂരിലെ വിയ്യൂരിൽ നിന്ന് രക്ഷപ്പെട്ട കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പിടിയിൽ. തമിഴ്നാട് തെങ്കാശിയിലെ വാഹന പരിശോധനയ്ക്കിടെയാണ് ഇയാൾ പിടിയിലായത്. കൊലപാതകമടക്കം 53 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ബാലമുരുകൻ. ഊട്ടുമല പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ മധുര പാളയംകോട് കോടതി റിമാൻഡ് ചെയ്തു. തൃശൂർ സിറ്റി പോലീസിന് പ്രതിയെ കൈമാറുന്നതടക്കം തുടർ നടപടികൾ പിന്നീടുണ്ടാകും. തൃശൂരിൽ നിന്ന് സാനു കെ സജീവ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സാനു, കുപ്രസിദ്ധ കുറ്റവാളി ബാലമുരുകൻ പിടിയിലായിരിക്കുകയാണ്. ഇയാൾ വിയ്യൂർ ജയിൽ പരിസരത്ത് നിന്ന് അന്ന് രക്ഷപ്പെട്ടതേറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ എന്തായാലും പിടിയിലായിട്ടുണ്ട്. എന്തെല്ലാമാണ് ഇനി തുടർ നടപടിക്രമങ്ങൾ? രോഹിണി, കഴിഞ്ഞ 2 മാസം മുമ്പാണ് തൃശൂർ വിയ്യൂരിലുള്ള സെൻട്രൽ ജയിലിന് മുന്നിൽ നിന്ന് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ബാലമുരുകൻ രക്ഷപ്പെടുന്നത്. 60ഓളം കേസുകളിൽ പ്രതിയാണ്. കൊലപാതകമടക്കം നിരവധി കേസുകളുണ്ട്. കവർച്ചയടക്കം നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ബാലമുരുകനെ തമിഴ്നാട്ടിൽ കൊണ്ടുപോയി പരിശോധനയുടെ ഭാഗമായിട്ട് തമിഴ്നാട് പോലീസ് തമിഴ്നാട്ടിൽ കൊണ്ടുപോവുകയും അവിടുത്തെ പരിശോധന പൂർത്തിയാക്കിയിട്ട് തിരിച്ച് വിയ്യൂർ ജയിലിലേക്ക് എത്തിക്കുന്നതിനിടെയാണ് ജയിലിന് കേവലം 50 മീറ്റർ മാത്രം അകലെ വെച്ച് ദൂരത്തിൽ വെച്ച് തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്നും ഈ ബാലമുരുകൻ രക്ഷപ്പെടുന്നത്. എന്തായാലും ഈ ബാലമുരുകൻ പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് പോലീസിനെതിരെ വലിയ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെയാണ് ഉയർന്നു വന്നത്. അതായത് തമിഴ്നാട് പോലീസ് വിലങ്ങ് പോലും വയ്ക്കാതെ കൊണ്ടുവരുന്ന ബാലമുരുകനെയും ഒപ്പം തന്നെ ഭക്ഷണശാലയിൽ കയറ്റി വളരെ സൗഹൃദപൂർവ്വം സംസാരിക്കുന്ന ദൃശ്യങ്ങളൊക്കെ അന്ന് കേരള പോലീസിന് കൈ കിട്ടുകയും അതിനുശേഷം കേരള പോലീസ് തന്നെ തമിഴ്നാട് പോലീസ് രക്ഷപ്പെടുത്തിയതാണോ എന്നൊരു സംശയമൊക്കെ ഉയർത്തിയിരുന്നു. എന്തായാലും അവസാനം 2 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ് ക്യൂ ബ്രാഞ്ചാണ് ബാലമുരുകനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. തമിഴ്നാട് തെങ്കാശിയിലെ വാഹന പരിശോധനയ്ക്കിടയിൽ ഈ ബൈക്കിൽ സഞ്ചരിക്കുന്നതിനിടെ ഈ വേഷം മാറി നടന്ന ബാലമുരുകനെ ക്യൂ ബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കേരള പോലീസിന് ബാലമുരുകനെ കൈമാറുന്ന കാര്യമൊക്കെ ഉടൻ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള പോലീസ് സംഘം തമിഴ്നാട്ടിലേക്ക് ഉടൻ തിരിക്കുമെന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. രോഹിണി, ശരി. സാനു കെ സജീവാണ് വിവരങ്ങൾ നൽകിയത്.